അങ്ങനെ കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പാർട്ടി നശിച്ചു പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെ അധികം നമുക്ക് ദുഃഖമാണ്. ഇത്രയും വലിയൊരു പാർട്ടിയിലേക്ക് ഇന്ത്യയിൽ പല സ്ഥലത്തും ഭരണം നഷ്ടപ്പെട്ടും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലൊരു ഭരണം കിട്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ ഇത്രയും അടിയും പ്രശ്നങ്ങളുണ്ടായിട്ട് AICCക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്ന വളരെ ദയനീയമായൊരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഒരു തീരുമാനങ്ങൾക്ക് അണികൾ നേതാക്കളും മുതിർന്ന നേതാക്കന്മാർ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ എല്ലാ പാർട്ടിയും BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും ഏത് പാർട്ടിയായി. പക്ഷേ കോൺഗ്രസിൻ്റെ അതിൽ ഇത്രയും നശിച്ചൊരു പാർട്ടിയായി മാറിയിട്ടില്ല. വളരെയധികം കഷ്ടമായിപ്പോയി. ഇത്രയും കോൺഗ്രസിനെ സ്നേഹിച്ച് അതിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അണികളോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെണ്ടിത്തരമാണ് നേതാക്കൾ. മറ്റു പാർട്ടിയുമായി കൂറുള്ള നേതാക്കന്മാരും പലതുകൊണ്ടും കോൺഗ്രസ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കർശനമായ നടപടി AICCയും എടുക്കണം. പ്രശ്നങ്ങളുണ്ടാക്കുന്ന നേതാക്കന്മാരെ കണ്ടുപിടിച്ച് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്താലേ കോൺഗ്രസ് എന്ന പാർട്ടി വളർന്നു വരൂ, വിജയിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള നേതാക്കന്മാരെ നിലക്ക് നിർത്താനുള്ള ശക്തി രാഹുൽ ഗാന്ധിക്ക് അതുകൊണ്ട് നാഷണൽ കോൺഗ്രസ്സിനുണ്ടാകട്ടെ. അത്രമാത്രമേ പറയാനുള്ളൂ. ജനങ്ങൾ എപ്പോഴും കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ, നേതാക്കന്മാരൊപ്പരല്ല. ഏത് കാലത്തും AICC പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി വോട്ടും ചെയ്യുന്ന അണികളാണുള്ളത്. നേതാക്കന്മാരെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും വഴങ്ങേണ്ട ആവശ്യമില്ല. ആരാണോ ആക്കേണ്ടതെന്ന് കേന്ദ്രം തീരുമാനിക്കുകയും അവരെ ഇവിടെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യുക. നേതാക്കന്മാർ പറയുന്നത് അണികൾ അംഗീകരിക്കും. ഇവിടെയുള്ള ചെറിയ നേതാക്കന്മാരെ കാര്യങ്ങൾ അംഗീകരിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാവരും ഒരുപോലെയാണ്. തീരുമാനങ്ങൾ AICC എടുക്കുകയും കർശനമായി നടപ്പാക്കുകയും ഇതിനുള്ളിൽ പ്രവർത്തിച്ച നേതാക്കന്മാരെ കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കുകയും ചെയ്യണം. എങ്കിലേ കോൺഗ്രസ് നാളെ വളർന്നു വരൂ, വിജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം AICC മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.